ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ആ മന്തി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ഒരു മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും വരാം. അതുപോലെ കൂട്ടുകാരെ, ഞാൻ 2 കിലോ ചിക്കനാണ് വാങ്ങിയിരിക്കുന്നത്. അത് ഈ അളവിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി കുത്തി റെഡിയാക്കി എല്ലാം ലെവൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം മുളക് ഞാനിതിലേക്ക് എടുത്തിട്ടില്ല. മല്ലിയില, പുതിനയില, ആവശ്യത്തിന്, പട്ട, ഏലക്ക. ഞാനൊരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മന്തി മസാല നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. 2 കിലോ ഇറച്ചിയാണ്, ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ മന്തി മസാല ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിച്ചത്, ജീരകം പൊടിച്ചത്, മാഗി ക്യൂബ്. ഞാൻ 1 കിലോയ്ക്ക് 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, 2 എണ്ണം മതിയാകുമെന്ന് കരുതുന്നു. നമുക്ക് ആവശ്യമായത് സൺഫ്ലവർ ആണ്. കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മസാലകളെല്ലാം പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂറൊന്നും വെക്കേണ്ട കാര്യമില്ല, അരമണിക്കൂർ 30 മിനിറ്റ് ഇത് നമുക്ക് അടച്ച് ഭദ്രമായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചോറ് വയ്ക്കാം. അപ്പോൾ ചോറ് വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതുവരെ ഈ ചിക്കൻ ഇവിടെ ഇരുന്ന് മസാലകളെല്ലാം ആ ചിക്കനിൽ പിടിച്ച് റെഡിയായി സെറ്റായി വരട്ടെ. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ അതെങ്ങനെ ഉണ്ടാകുമെന്നും അതെങ്ങനെ വരുമെന്നും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ രുചിയിലൂടെ നമുക്ക് അറിയാവുന്നതാണ്. ഹലോ കൂട്ടുകാരെ, ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി 3-4 വെള്ളം കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ചും കുതിർക്കാൻ വെച്ചിരിക്കുന്നത്. അത് ഇനി ഞാൻ അടുപ്പിലേക്ക് വെള്ളം വയ്ക്കാൻ പോവുകയാണ്, ചോറ് വയ്ക്കാനായിട്ട്. ഹായ്, വാ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ചോറ് എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. നടപ്പ് തുറന്ന് നോക്കാം. പാകമായി കാണുമെന്ന് ഗ്യാസ് കുറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റാവുന്നതാണ്. ഹലോ കൂട്ടുകാരെ, ഫ്രണ്ട്സുകളെ, എൻ്റെ ഏട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മമാരെ, അച്ഛന്മാരെ എല്ലാവരും അറിയാൻ ഞാൻ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ല വൈറ്റ് ആണ്, ഗോൾഡൻ കളറല്ല എടുത്തിരിക്കുന്നത്. നല്ല സെറ്റായിട്ടുണ്ട് ചോറ്, സൂപ്പറാണ്. 3/4 വേവേ ആകാവൂ. അപ്പോൾ ചോറ് നന്നായിട്ട് ഞാൻ ഊറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
എല്ലാവരും വാ, ഇനി നമുക്ക് ചിക്കൻ അടുപ്പത്തേക്ക് ആക്കാവുന്നതാണ്. ഹലോ, അതുപോലെ ചിക്കൻ മസാലകളെല്ലാം പിടിച്ച് സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്കിനി അടുപ്പിലേക്ക് വെക്കാവുന്നതാണ്. അതുപോലെ സെല്ല റൈസ് ഞാൻ വയ്ക്കാൻ എടുത്തത് സൂപ്പർ വെള്ളയാണ്, അടിപൊളിയായിട്ടുണ്ട്. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം നമ്മളെ കൊച്ചുങ്ങൾക്കായാലും നമുക്ക് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മന്തിയാണിത്. ഇതിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഏറ്റവും ഈസി ആയിട്ട് എളുപ്പ വഴിയിൽ ചെയ്യാവുന്ന ഒരു മന്തിയാണിത്. അപ്പോൾ ബാ, നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു 5 മിനിറ്റോളം നല്ല ചൂടിൽ നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒന്ന് അടച്ചിടാം. നമ്മുടെ ചിക്കൻ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം, തുറന്ന് നോക്കാം. ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കാം, തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി തിരിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു വെറൈറ്റി ഒരു മണം കേട്ടോ, നല്ല സെറ്റ് ഒരു മണം. സൂപ്പർ മണം വരുന്നുണ്ട്, നല്ല മന്തിയുടെ നല്ല അടിപൊളി മണം. സൈഡ് സെറ്റ് ആയിട്ടുണ്ട്. ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാവരും വരിക, നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നല്ലതുപോലെ നമുക്കതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 കിലോ ചിക്കനാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണിത്. എളുപ്പത്തിൽ അധികം ചിലവൊന്നുമില്ല, പൈസ ചിലവുകളൊന്നും അധികമായിട്ടില്ല. ടേസ്റ്റും എങ്ങനെയാണെന്ന് ഇത് വെച്ച് തീരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. ഇനി അതിലേക്ക് നമുക്കൊരു കളറിന് വേണ്ടി ശകലം കളറൊന്ന് വരാൻ വേണ്ടി ഒരു തുള്ളി ഒഴിച്ചിട്ടുള്ളു. അടുത്തത് ഞാൻ എൻ്റേതായ ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇനി ഒരു 5 തുള്ളി നെയ്യ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതിനകത്ത് 5 തുള്ളിയേ ഉള്ളു. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നാരങ്ങ ഫ്രൈ ആക്കിയത്
വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കണലാണ്. അത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ കണല് ഇതിലേക്ക് വയ്ക്കാം. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അടച്ചതിന് ശേഷം കണല് അതിൻ്റെ പുറത്തേക്ക് വച്ച് കൊടുക്കാം. ഇനി അവിടെ നമുക്കൊരു വെയിറ്റ് വേണം. ഇത് ഞാനൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. ഇനി അത് ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കത് തുറന്ന് നോക്കാം. ചെറിയ തീയിൽ കിടന്ന് ഇത് ചോറും ചിക്കനുമായിട്ട് വെന്ത് പാകമായി വരട്ടെ. വെയിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഹായ് ഹലോ കൂട്ടുകാരെ, എൻ്റെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് അടപ്പ് തുറന്ന് നമുക്കത് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. നോക്കി അതിൻ്റെ ടേസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങളുടെ വീട്ടിനകത്ത് വെച്ചിരുന്നാൽ മതി. അത് തോന്നിയ സാധനങ്ങളൊന്നുമില്ല, ഒരുപാട് പൈസ ആകത്തില്ല. ചെറിയ പൈസയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ ചിക്കൻ്റെ കാശേ ഉള്ളൂ. ഇപ്പോൾ ചിക്കന് വിലക്കുറവാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ വയ്ക്കാൻ മടിക്കരുത്. എല്ലാവരും വാങ്ങി വെച്ച് അമ്മയും അച്ഛനും മക്കളും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരുമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. അതുപോലെ നമുക്ക് ഞാൻ പറയില്ല, ഞാൻ ഇന്ന് എൻ്റേതായ രീതിയിലാണ് ഞാൻ ഇന്ന് ഈ മന്തി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റ് ഒരു രീതിയിലല്ല. എനിക്ക് തോന്നിയ, എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിലാണ് ഞാൻ ഇന്ന് ഈ മന്തി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് പറയാറായിട്ടില്ല. അത് കഴിച്ചു നോക്കിയെങ്കിലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്തായാലും എൻ്റെ കൈപ്പുണ്യം അത് തോൽക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് നന്നായി തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ മന്തി നമുക്കിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഹായ് എൻ്റെ മുത്തുകളെ, എൻ്റെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കണല് അതിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. നമുക്ക് കണലിനെ ഒന്ന് മാറ്റാം. ഇനി ചോറ് അതിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം.
കൈയും ശകലം വെന്തിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും ടേസ്റ്റോടുകൂടി കിട്ടിയാൽ മതി. വാ, സെറ്റ് 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 സെറ്റ്. എൻ്റെ അമ്മേ, സെറ്റായിട്ടുണ്ട്. ശകലം ചോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കുള്ളതല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊന്നിച്ചങ്കളെ, ഇതെന്താ മണം, ചിന്തിക്കാൻ പോലും വയ്യ. അത്രയ്ക്ക് നല്ല അടിപൊളി സെറ്റ് മണമാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ആരോ സെറ്റാടിപൊളി മണം. നിങ്ങളെല്ലാവരും കണ്ടോ എൻ്റെ മന്തി എങ്ങനെയുണ്ടെന്ന്? നമുക്ക് നോക്കാം. ചെറിയ കളർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൈ ഇവിടെ വെന്ത് പാത്രം കീറി തട്ടി. എൻ്റെ പൊന്ന് കൂട്ടുകാരെ, എൻ്റെ പൊന്നനുജത്തിമാരെ, ചേച്ചിമാരെ, എല്ലാവരും വരി, നമുക്കിത് കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓ, സൂപ്പർ മണം. മണത്ത് നോക്കുന്ന സ്വഭാവം എനിക്ക് ഉള്ളതാ. സെറ്റ് മണം. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചിക്കനൊക്കെ തൊട്ടാൽ മതി കേട്ടോ. ഇനി പോരുന്നേ. ചൂട് സഹിക്കാൻ വയ്യ, ചൂട് സഹിക്കാൻ വയ്യ. ചൂട് ചൂട് ചൂട്. ഭയങ്കര ചൂട്. പക്ഷെ ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാലല്ല കഴിക്കണം, നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം. കഴിച്ചെങ്കിലേ നമുക്ക് അതിൻ്റേതായ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. സൂപ്പർ എന്ന് പറയാൻ സൂപ്പർ, അടിപൊളി സെറ്റ്. അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ വെക്കാവുന്നതാണ്, നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നെയ്യുടെ മണമൊന്നും അധികമൊന്നും ഇതിനകത്തില്ല. 5 തുള്ളിയേ ഒഴിച്ചുള്ളൂ. അതിൻ്റെ ഒരു കൊതി കൊണ്ടേ അതിനകത്ത് ഒഴിച്ചതാണ്. പക്ഷെ സൂപ്പർ എന്ന് പറയാൻ സൂപ്പർ, പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക, ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. ഇതിനധികം പൈസകളൊന്നും ചിലവാകത്തില്ല. ഇപ്പോൾ ചിക്കന് വില കുറവാണ്. എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക. കൊച്ചുമക്കൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഹായ്, ഹലോ. എൻ്റെ മന്തി കണ്ടല്ലോ എല്ലാവരും. എന്താ ചേട്ടന് മന്തി കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ. ചിക്കനും കൂടെ കഴിക്കേ. എങ്ങനെ കൂട്ടുകാരെ, എൻ്റെ മന്തി കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? സൂപ്പറായിട്ടില്ലേ ചേട്ടാ? ഇതെങ്ങനെയുണ്ട്, കൊള്ളത്തില്ലേ? സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പറയട്ടെ, സൂപ്പറായിട്ട്. എൻ്റെ കൈപ്പുണ്ണി അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഈ മന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ക്യാഷ് കുറവാണ്, പൈസ കുറവാണ്, എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് നമുക്കിതിൽ അധികം പൈസ ചിലവൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഈ റൈസ് വാങ്ങിച്ച് ചിക്കനും വാങ്ങി നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കഴിക്കാൻ വരിക. നമ്മുടെ ചിക്കൻ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായ ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അതുപോലെ എല്ലാവരും എനിക്ക് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ബൈ ബൈ.